നമ്മളോടൊപ്പം അടുത്തായിട്ട് ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അതിനോടൊപ്പം തന്നെ ഹാർനസ് ഫിൻ ആൻഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സി വി ആണ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ദി ഷോ. Good afternoon. ഹാപ്പി ദിവാലി സർ. Yeah, same to you. ഓക്കെ സർ, ഏതായാലും നമുക്കിപ്പോൾ മുഹൂർത്ത ട്രേഡിങ്ങിൻ്റെ ഒരു 1 hour അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് വളരെ മാസീവായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. എങ്കിൽ പോലും പൊതുവേ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു നിലയിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. 25,868.6 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു മുഹൂർത്ത ട്രേഡിംഗ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? പ്രത്യേകിച്ചും നിയർ ടേമിൽ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ടോ? നമ്മൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് എല്ലാം തന്നെ ഒരു 1 hour ട്രേഡിംഗ് ആണ്, നമ്മൾ ഫുൾ സെക്ഷൻ അല്ല. ഇത് എപ്പോഴും ഒരു വൈസ് ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് ഉറപ്പിച്ച ചില കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബട്ട് അതിനപ്പുറം നമ്മൾ കയറുമ്പോഴാണ് നമ്മുടെ ഫുൾ ട്രേഡിംഗ് വരുന്നത്. ആ ഒരു ഡേയ്സ് ഓഫ് ഫുൾ ട്രേഡിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായൊരു മൊമെന്റം ഇനിയും ബാക്കിയുണ്ട്. ഒരുപാട് മൊമെന്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ഹൈ തന്നെ ആയിരിക്കാം വരാനുള്ള സാധ്യതയാണ് ഞാനിപ്പോൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റം നമുക്ക് ബാക്കിയുണ്ട്. ബാങ്കിങ് സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്കത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമ്മൾ മാറ്റി നിർത്തുന്നത് ഒരു ട്രേഡിംഗ് എന്ന രീതിയിൽ തന്നെ. ബട്ട് അതിനപ്പുറം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് ടൈമിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മുടേത്. ഇൻ എ ലോങ് റണ്ണിൽ ഇതെല്ലാം കൂടെ തന്നെ, കാരണം ഈ ചേഞ്ചസ്, ഇക്കോണമി സിസ്റ്റം ചേഞ്ചസ് എല്ലാം തന്നെ വരുന്നത് വളരെയധികം പോസിറ്റീവായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. സാർ, ഏതായാലും ഇപ്പോൾ ഓപ്പണിംഗ് അവേഴ്സിന് കൂടി ഇപ്പം സാറും സൂരജ് സാറായിട്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അടുത്തായിട്ട് സൂരജ് സാറാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അനീഷ്, ഹാപ്പി ദിവാലി. നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ അനീഷ്. ഹാപ്പി ദിവാലി. നെഹ്റു ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വെൽക്കം ടു ദ ഷോ. അതെ അതെ, താങ്ക് യു. നമ്മളെപ്പോഴും ഒരു മാറ്റങ്ങൾ വേണ്ടേ? മാർക്കറ്റ് ആകുമ്പോൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നല്ല കാര്യം അനീഷ്. എനിക്ക് അനീഷിന്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത്, അനീഷ് നമ്മളിപ്പോൾ ഓപ്പണിംഗ് അവേഴ്സിൽ നമ്മൾ ഇതേ സീറ്റ് ഷെയർ ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജോയിൻ്റ്ലി നമ്മളെ പ്രേക്ഷകരെ അറിയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അനീഷിൻ്റെ ആ സജഷൻസും ആ രീതിയിലുള്ള പ്രസൻറ്റേഷനും ഒക്കെ വളരെ വലിയ ഒരു ഫാൻ ബേസ് തന്നെ അനീഷിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. എനിക്ക് അനീഷിനോട് ചോദിക്കാനുള്ളത്, അനീഷ്, നമ്മൾ ആക്ച്വലി മാർക്കറ്റ് നല്ല രീതിയിലൊരു റണ്ണപ്പ് നടന്നു അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ നേരത്തെയും ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലും പറഞ്ഞു, ഏതാണ്ട് കഴിഞ്ഞ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ടോട്ടലി ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 94% ആയിരുന്നു FIIസിൻ്റെ ഷോർട്ട്. ആ ഷോർട്ട് കാരണം തന്നെ എന്തെങ്കിലും ഒരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ഒരു റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതായത് 24,500-600 റേഞ്ചുകളിൽ ഷോർട്ടിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 94 അതായത് വളരെ സെൻസിറ്റീവ് ആയിരുന്നു. എല്ലാ റെസിപ്പിയും ചേർന്ന് വന്നിരുന്നു ഒരു ബൈയിങ് വരികയാണെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് റാലി അല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി വരാനായിട്ട്. ആ റാലി നമ്മുടെ മുന്നിൽ സംഭവിച്ചു. ഞാനും മനീഷും തന്നെ പറഞ്ഞിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ട രീതിയിൽ തന്നെ ആ പ്ലേ ബുക്ക് പ്ലേ ചെയ്ത് ആ സ്ക്രിപ്റ്റ് അങ്ങനെ തന്നെ പ്ലേ ചെയ്ത് വന്നു എന്നുള്ള ഏതാണ്ട് 25,000, 25,500, 600, 800 ഒക്കെ എത്തി അല്ലേ? ആ ലെവലിലേക്ക് എത്തി എന്നുള്ള. അപ്പം നല്ല രീതിയിൽ വരുമ്പോൾ ഇനി സാധാരണ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ട സാധ്യത നമ്മുടെ മുന്നിലില്ലേ? അതായത് നമുക്ക് ദിവാലി, സംവദ് അല്ലെങ്കിൽ മുഹൂർത്ത ട്രേഡിംഗ് ഒക്കെ ഒരു വശത്ത്, അത് ഇന്നത്തോടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നാളെ മുതൽ നമുക്ക് എല്ലാ ദിവസം പോലെ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ സാധാരണ എന്താ പറയുക ക്ലാസ്സിലേക്ക് പോകുന്നു. നാളെയല്ല മറ്റന്നാൾ, അതായത് നാളെ നമ്മുടെ സ്കൂൾ തുറക്കുകയാണ് മറ്റന്നാൾ മുതൽ. അന്ന് മുതൽ ഈ മാർക്കറ്റ് സാധാരണ ഗതിയിലേക്ക് വരുമ്പോൾ ഒരു ഇരുത്തം മാർക്കറ്റിന് വരാനുള്ള ചാൻസ് ഉണ്ടോ? അത് ഹെൽത്തി അല്ലേ? അതായത് അങ്ങനെ വരികയാണെങ്കിൽ ശരിക്കും മാർക്കറ്റ് ഹെൽത്തി ആയിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്? അനീഷിന് തോന്നുന്നുണ്ടോ എവിടെയെങ്കിലും വെച്ച് ചെറുതായിട്ടൊരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോ ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അനീഷിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് ഒരു സെന്റിമെന്റൽ ട്രേഡ് ആണ്. അപ്പോൾ നമ്മൾ 26,000 വരുന്നു, ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു. ഇവിടെയൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിക്കാമെന്ന് നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓരോ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴും ഇതിലേക്ക് കൂടുതൽ ആളുകൾ ജമ്പ് ചെയ്യുന്ന, റീറ്റെയിലേഴ്സ് തന്നെ ഒരുപാട് ജമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മണി ഫ്ലോ വരുന്നതാണ് കാണുന്നത്. അപ്പോൾ വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള വലിയൊരു കറക്ഷൻ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഇപ്പോൾ കഴിയില്ല. കാരണം റീറ്റെയിലേഴ്സ് എപ്പോഴും ചിന്തിക്കുന്നത് ഒരു പരിധി വിട്ട് മുകളിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആൾ ടൈം ഹൈയിലേക്ക് വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്ന് തന്നെയാണ് ഞാൻ പല ഡേറ്റാസും നോക്കുമ്പോൾ തന്നെ ഈ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴേക്കും ഉടനെ തന്നെ ഇൻഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഇത് കാണുന്ന വെച്ചാൽ നമ്മുടെ റുപ്പിയുടെ മൂവ്മെന്റ്സ് തന്നെ നോക്കിയാൽ
ആ ഒരു ഇത്. കാരണം ഇപ്പം മാർക്കറ്റ് ഏറ്റവും ഹൈയിലേക്ക് വരുമ്പോൾ റുപ്പീ സ്ട്രെങ്ത് ആവുന്നതാണ് സാധാരണഗതിയിൽ കാണുന്നത്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. ബട്ട് ചെറിയ ചെറിയ സ്ട്രെങ്ത് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ബട്ട് ക്വാണ്ടം ഓഫ് മണി അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലാണെങ്കിൽ പോലും അപ്പം നമ്മുടെ മാർക്കറ്റ് വൈഡൻ ചെയ്യുന്നു എന്നതിനാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് വൈഡൻ ചെയ്യുന്നു എന്നത്. അപ്പോൾ അത്രത്തോളം മണി ഫ്ലോ ഉണ്ടെങ്കിലും നമ്മൾ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഓരോ സെക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റോക്സും ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഇപ്പോൾ റിലയൻസ് പെർഫോം ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതൊന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും അടുത്ത കമ്പനി നമുക്ക് HDFC പെർഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മാറി മാറി പെർഫോം ചെയ്യാനുള്ള സെക്ടേഴ്സ് ആൾറെഡി ഉണ്ട്. ഇപ്പോൾ തന്നെ IT ഡൗൺ ആണ്. ഇപ്പൊ ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന കമ്പനികൾ, ബാങ്ക് അങ്ങനെയുള്ള കമ്പനികൾ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഫൻസീവ് എന്നുള്ള രീതിയിൽ മറ്റുള്ള കമ്പനികളിൽ ഷോർട്ട് കവറിങ് വരും. അപ്പോൾ ഇതൊരു ബൈങ് വന്നില്ലെങ്കിൽ പോലും ഇൻഡെക്സിലുള്ള മറ്റുള്ള കമ്പനികളിൽ അത് ഷോർട്ട് കവറിങ് വരികയാണെങ്കിൽ ഇൻഡെക്സ് മാനേജ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഹൈയിലേക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാധ്യത. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് സ്ട്രോങ് ആക്കുകയാണ്, ബേസ് സ്ട്രോങ് ആക്കുകയാണ്. ആ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ മൊമെന്റം പോസിറ്റീവായിട്ട് അടുത്ത് വരുന്ന മൊമെന്റത്തിന് വളരെയധികം സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് വലിയൊരു കറക്ഷൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോഴേക്കും ഇമോഷണലായിട്ട് തന്നെ നമ്മൾ തന്നെയാണ് അതിലേക്ക് എടുത്ത് ചാടുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അനീഷ്, ഈ ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇത് ശരിക്കും ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാലോ, കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ 2024 മുതൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ 2025 കലണ്ടർ ഇയർ ഇന്നേ വരയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പല റിപ്പോർട്ടുകളും പറയുന്നത് ഏതാണ്ട് 2 ലക്ഷം കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ ചെയ്തതെന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ നമ്മൾ അത് അത്രയ്ക്ക് മാത്രം ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഇപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് സെല്ല് ചെയ്തത് കംപ്ലീറ്റ് മേടിക്കാനായിട്ട് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 6 ലക്ഷം കോടിയാണ് അനില ഏതാണ്ട് ഈ സിപ്പ് മാർഗവും മറ്റേതോ കൂടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇന്ത്യൻ റീറ്റെയിലേഴ്സ് ഈ ഒക്ടോബർ മാസം വരെ കൊടുത്തതെന്നുള്ള. അപ്പോൾ 6 ലക്ഷം കോടി ഇപ്പുറത്തിരിക്കുകയും 2 ലക്ഷത്തിൻ്റെ കോടിക്ക് ഒരു സെല്ലിംഗ് വരുമ്പോഴും തീർച്ചയായിട്ടും ആ ബൈയിങ് നടന്ന് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ മാർക്കറ്റിലെ FIIസിൻ്റെ ഹോൾഡിംഗ് നല്ല ഗണ്യമായിട്ട് കുറഞ്ഞിരുന്നു എന്നുള്ള. ഇനിയിപ്പോൾ US മാർക്കറ്റിലേക്ക് ആൾക്കാർ പോയി. ഇനി US മാർക്കറ്റിൽ ഒന്നില്ലെങ്കിൽ US മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ US മാർക്കറ്റിൽ ഈ പറയുന്ന പോലെ FOMCയുടെ അടുത്ത മീറ്റിങ്ങുകളിൽ 2 റേറ്റ് കട്ട് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ സംഭവിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് റെസിപ്പി ഫോർ എമർജിങ് മാർക്കറ്റ്സ്. അങ്ങനെയാണെങ്കിൽ എമർജിങ് മാർക്കറ്റിലേക്ക്, അതായത് റിസ്കിയർ ആയിട്ടുള്ള അസറ്റ്സിലേക്ക് പൈസ വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം അവിടെ US ബോണ്ട് ഈൽഡ് കുറയുന്നു, അവിടെ US മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നു എന്ന് വെച്ചാൽ പുതിയ റിട്ടേൺ കിട്ടുന്ന മേഖലകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചൈനയിലോട്ട് അധികം വരാൻ ചാൻസ് ഇല്ല. കാര്യം ചൈനയും ട്രംപും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലല്ല. അങ്ങനെയാണെങ്കിൽ വരാവുന്നുള്ള ജപ്പാൻ, പിന്നെ ജപ്പാനിൽ ഈ പറയാൻ പോകുന്നത് സൗത്ത് കൊറിയ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള എമർജിങ് മാർക്കറ്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ FIIസിൻ്റെ ഒരു ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതലും എവിടെ ആയിരിക്കാം? ഇൻഡെക്സ് ലെവലിലായിരിക്കുമോ, അതോ മിഡ് ക്യാപ്പ് ലെവലിലായിരിക്കുമോ, അതോ കാര്യം സാധാരണ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ FIIസിനെ അറിയാം, വലിയ വാല്യൂ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമല്ല. അവരുടെ ഒരു വലിയൊരു പൈസ വരുമ്പോഴത്തേക്കും ആ സ്റ്റോക്കുകൾ അങ്ങോട്ട് കയറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ 30 കൊല്ലമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. എവിടെ ആയിരിക്കാം അനീഷിൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇതൊരു ഇൻഡെക്സ് സെഗ്മെൻറ്റിലായിരിക്കുമോ, മിഡ് ക്യാപ്പിലായിരിക്കുമോ, സ്മോൾ ക്യാപ്പിലായിരിക്കുമോ കൂടുതൽ ബൈയിങ് FIIയുടെ വരാനുള്ള സാധ്യത? ഇതില് ഫസ്റ്റ് ഓഫ് ഓൾ തീർച്ചയായിട്ടും ഇൻഡെക്സിലേക്ക് ഫണ്ട് വരും. കാരണം അത് ഇൻഡെക്സ് മാനേജ് ചെയ്യുന്ന കുറെ ഫണ്ടുകളുണ്ട്. ഇപ്പൊ സൗത്ത് കൊറിയ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആണ് പ്രിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇൻഡെക്സിലേക്ക് ഒരു വെയിറ്റേജ്, നമ്മൾ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വെയിറ്റേജ് ഇൻഡെക്സിലേക്ക് വരുന്നുണ്ട്. ആ ഇൻഡെക്സിലുള്ള ഫ്ലോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് വളരെയധികം ഫണ്ടിന്റെ ഇൻഫ്ലോ ഉണ്ടാവും. നമ്മൾ ആൾറെഡി ബാങ്കിങ് സെക്ടറൊക്കെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് അതിൽ വീണ്ടും പറയാത്തത്. അത് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ആയിരിക്കും കൂടുതൽ ഫ്ലോ ഉണ്ടാവുന്നത്. റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു മേഖലയിലേക്കായിരിക്കും കൂടുതൽ ഫ്ലോ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഡെക്സിലെ അഫ്കോഴ്സ് നമുക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഇൻഡെക്സ് തന്നെയാണ് കൊടുക്കാൻ കഴിയുക. ഇൻഡെക്സിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്, പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മളെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എന്നുള്ളത് നമ്മളുടെ ഒരു കൺസെപ്റ്റാണ്. നല്ല ബിസിനസ് മോഡലുകൾ ഉണ്ടെങ്കിൽ ഏതിൽ ആണെങ്കിൽ പോലും ഫണ്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ബോട്ടം അപ്പ് അപ്രോച്ചിലേക്ക് ആയിരിക്കും ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മിഡ് ക്യാപ്പോ ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ പോലും ഒരു ബോട്ടം അപ്പ് അപ്രോച്ചിൽ അത് പിക്ക് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അത് തീർച്ചയായിട്ടും അതൊരു ഹെൽത്തിയർ ഇതായിട്ട് തന്നെയാണ് വരുന്നത്.
അപ്പോൾ ഒരു ലാർജ് ക്യാപ്പിൽ എന്തായാലും ഇൻഡെക്സ് അലോക്കേഷൻസ് പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിലേക്കുള്ള ഒരു അലോക്കേഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് വൈസ് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിഡ് ക്യാപ്പ് ഉള്ള സ്റ്റോക്സുകളിലായിരിക്കും കൂടുതൽ പ്രൈസിൽ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യത. അതിൽ ഇൻഫ്ലോ വരുന്നത് കൊണ്ട് തന്നെ പ്രൈസിൽ മൂവ്മെന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. താങ്ക് യു സോ മച്ച് അനീറ്റ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്.